ലോകത്തിന്റെ സാമ്പത്തിക നാടിമിടിപ്പായ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധകാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുമായുള്ള സംഘർഷം അതിന്റെ പാരമ്യത്തിൽ നിൽക്കെ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സൈനിക സംവിധാനങ്ങളിൽ നടപ്പിലാക്കുന്ന സമൂലമായ മാറ്റങ്ങൾ വലിയ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തു വില കൊടുത്തും ശത്രുക്കൾക്ക് മേൽ കനത്ത പ്രത്യാക്രമണം നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള അധികാര വടംവലി മാത്രമല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധി കൂടിയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനി അധികാരമേറ്റെടുത്തതിന് ശേഷം രാജ്യത്തിന്റെ സൈനിക ഘടനയിൽ അസാധാരണമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ഒരു ദീർഘകാല പോരാട്ടത്തിന് സജ്ജമാകുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ പ്രധാന സൈനിക സംവിധാനങ്ങളെ അദ്ദേഹം ഏകോപിപ്പിക്കുകയാണ്. സായുധ സേനയുടെ ജനറൽ സ്റ്റാഫും ഇറാൻ സേനയുടെ സംയുക്ത ഓപ്പറേഷണൽ കമാൻഡായ ഖാത്തം അൽ അൽബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സും തമ്മിൽ ലയിപ്പിക്കാനുള്ള സുപ്രധാന ഉത്തരവ് ഓഗസ്റ്റ് പകുതിയോടെ അദ്ദേഹം നൽകിക്കഴിഞ്ഞു. സൈനിക നടപടികൾ കൂടുതൽ വേഗത്തിലും കൃത്യതയിലും നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കാൻ അലി അബ്ദുല്ലാഹി ഉൾപ്പെടെയുള്ള മുതിർന്ന കമാൻഡർമാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ ഇറാഖ് യുദ്ധകാലം മുതൽ പരിചയസമ്പത്തുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർക്കാണ് പുതിയ നിയമനങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കടുത്ത നിലപാടുകളുള്ള ഈ ഉദ്യോഗസ്ഥർ അധികാരത്തിലെത്തുന്നത് അമേരിക്കയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രുക്കൾക്ക് മേൽ കനത്ത പ്രത്യാക്രമണം നടത്താൻ കൃത്യമായ ഉത്തരവിട്ടു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഇറാനെതിരായ ഏതൊരാക്രമണത്തിനും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുജ്തബ ഖമേനി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ സൈനിക പുനഃക്രമീകരണം വഴി എന്ത് വില കൊടുത്തും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ലോകത്തിന് നൽകുന്നത്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചാണ് നിലവിലെ പ്രധാന തർക്കങ്ങൾ നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകൾ ഈ സംഘർഷത്തിന് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണെന്നും ഇറാനെതിരെ ഒരു ഉരുക്കുമുതൽ തന്നെ അവിടെ തീർത്തിട്ടുണ്ടെന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഉപരോധം കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഹോർമൂസിൽ അമേരിക്കൻ നാവികസേന തങ്ങളുടെ വിന്യാസം ശക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് പകുതിയോടെ ഇറാനുമായി ബന്ധമുള്ളതോ അല്ലെങ്കിൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നതോ ആയ 59ഓളം വാണിജ്യ കപ്പലുകളെ അമേരിക്കൻ സേന തടയുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില കപ്പലുകളുടെ നിയന്ത്രണ സംവിധാനങ്ങൾ തകർത്തതായും പരിശോധനകൾക്കായി സൈന്യം കപ്പലുകളിൽ കയറിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പനാമയുടെ പതാകയേന്തിയ ഒരു കപ്പലിന് നേരെ അമേരിക്കൻ ഹെലികോപ്റ്ററിൽ നിന്നും മിസൈൽ ആക്രമണം നടന്നുവെന്ന വാർത്തകളും ഈ മേഖലയിലെ സങ്കീർണത വെളിവാക്കുന്നുണ്ട്. മാനുഷിക സഹായങ്ങളുമായി പോകുന്ന കപ്പലുകൾക്ക് മാത്രമാണ് നിലവിൽ യാത്രാ അനുമതിയുള്ളത്. എന്നാൽ അമേരിക്കയുടെ ഈ അവകാശവാദങ്ങളെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. തങ്ങൾ മുന്നോട്ട് വച്ച കർശന നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നും അവിടെ അമേരിക്കയ്ക്ക് യാതൊരു സ്വാധീനവുമില്ലെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഹോർമൂസ് കടലെടുക്ക് അടച്ചിടുകയോ അവിടെ സംഘർഷം രൂക്ഷമാകുകയോ ചെയ്യുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന കാര്യമാണ്. എണ്ണവില കുതിച്ചുയരാനും ആഗോളതലത്തിൽ നാണയപ്പെരുപ്പം വർദ്ധിക്കാനും ഇത് കാരണമാകും. ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ സേന ഉപരോധം കടുപ്പിക്കുന്നത്. മറുവശത്ത് ഈ സാമ്പത്തിക ഞെരുക്കത്തെ മറികടക്കാൻ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുത്താനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ചർച്ചകൾക്കുള്ള വാതിലുകൾ ഇരു രാജ്യങ്ങളും പൂർണ്ണമായും അടച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്ന കടുംപിടുത്തം നയതന്ത്ര പരിഹാരങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുകയാണ്. ഈ അനിശ്ചിതാവസ്ഥ മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ വലിയ ഭൗമരാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പോടെ കഴിയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഗൾഫ് പ്രവാസികളാണ്, പ്രത്യേകിച്ചും മലയാളികൾ. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ആശ്രയിക്കുന്നത് എണ്ണ കയറ്റുമതിയെയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സുഗമമായ യാത്ര തടസ്സപ്പെട്ടാൽ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ അത് സാരമായി ബാധിക്കും. വരുമാനം നിലയ്ക്കുന്നതോടെ ഗൾഫ് രാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളിലേക്ക് കടക്കാൻ നിർബന്ധിതരാകും. ഇത് ഏറ്റവും വേഗത്തിൽ ബാധിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളെയാണ്. നിർമ്മാണ മേഖലകളിലെ പദ്ധതികൾ മരവിപ്പിക്കാനും ശമ്പളം വെട്ടിക്കുറയ്ക്കാനും വ്യാപകമായ തൊഴിൽ നഷ്ടങ്ങൾക്കും ഇത്തരമൊരു യുദ്ധസമാന സാഹചര്യം വഴിവെക്കും. സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ ജീവന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയവും പ്രവാസികളെ വേട്ടയാടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഗൾഫ് രാജ്യങ്ങളെയും യുദ്ധക്കളമാക്കി മാറ്റിയേക്കാം. അമേരിക്കൻ സൈനിക താവളങ്ങൾ കൂടുതലായി സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലായതിനാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ ഈ മേഖലയിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇത് ലക്ഷക്കണക്കിന് പ്രവാസികളെ അടിയന്തരമായി നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ സർക്കാരിനെ നയിച്ചേക്കാം.
വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുന്നതിനും വിമാനക്കൂലി കുതിച്ചുയരുന്നതിനും സാധാരണക്കാരായ പ്രവാസികളുടെ യാത്രാ സ്വപ്നങ്ങളെ അസാധ്യമാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെ ആശ്രയിച്ച് കഴിയുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് വലിയ തിരിച്ചടിയാകും. നാട്ടിലെ കുടുംബങ്ങളുടെ നിത്യച്ചെലവുകൾ, വായ്പാ തിരിച്ചടവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്കിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അവിടെ ഒരു ചെറിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ പോലും അതിന്റെ അലലുകൾ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും അനുഭവപ്പെടും. ലോകശക്തികൾ തങ്ങളുടെ ആയുധബലവും അധികാരവും തെളിയിക്കാൻ മിഡിൽ ഈസ്റ്റിൽ കരുക്കൾ നീക്കുമ്പോൾ തങ്ങളുടെ ജീവിത സമ്പാദ്യവും സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമോ എന്ന ഭയത്തിലാണ് മണലാരണ്യത്തിൽ വിയർപ്പൊഴുക്കുന്ന ഓരോ പ്രവാസിയും. രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾക്കും വാർത്താ തലക്കെട്ടുകൾക്കും അപ്പുറം ഹോർമൂസ് കടലിടുക്കിലെ ഓരോ തിരയിളക്കവും ഈ മനുഷ്യരുടെ ജീവിതത്തിന്റെ താളമാണ് തെറ്റിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.